ഈ വേ പ്രോട്ടീൻ എടുക്കുന്നത്, പ്രോട്ടീൻ പൗഡർ എടുക്കുന്നത്, അതുപോലെ സ്റ്റെറോയിഡ്സ് കഴിക്കുന്നത് മസിൽ കൂട്ടാനായിട്ട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സിലോട്ട് നമ്മൾ എൻട്രി ചെയ്യാറില്ല. അത് ആക്ച്വലി ഒരു പുരുഷന്റെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്നതാണോ? അത് വേ പ്രോട്ടീൻ ബാധിക്കുന്നില്ല. കാരണം വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ നമ്മൾ കഴിക്കുന്ന ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കിട്ടാത്ത പ്രോട്ടീൻ്റെ ആ ഒരു അളവ് റിക്വയർമെൻറ്റ് നമ്മൾ വേ പ്രോട്ടീൻ വെച്ച് നികത്തുന്നു മാത്രമേ. വേ പ്രോട്ടീൻ ജസ്റ്റ് എ സിമ്പിൾ സോഴ്സ് ഓഫ് പ്രോട്ടീൻ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറ്റിൽ നമുക്ക് നല്ല ലീൻ പ്രോട്ടീൻ, അതായത് ചിക്കൻ, ഫിഷ്, എഗ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഇനഫ്. നമുക്ക് വേ പ്രോട്ടീൻ്റെ ആവശ്യം പോലും ഇല്ല. ഈ കാര്യം ബോഡി ബിൽഡേഴ്സ് വരെ നമ്മുടെ അടുത്ത് പറയും. ഈ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ചാടി കയറി വേ പ്രോട്ടീൻ മേടിക്കുക, ഒരു ബോട്ടിൽ ഒരാഴ്ചക്കുള്ളിൽ തീർക്കുക, അതിനൊന്നും ആവശ്യമില്ല. നമ്മുടെ ഡയറ്റിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ധാരാളമാണ് നമുക്ക് പ്രോട്ടീൻ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വേ പ്രോട്ടീൻ്റെ ആവശ്യമില്ല. അനബോളിക് സ്റ്റിറോയിഡ്സ്, അതായത് നമ്മുടെ മസൽ മാസ് കൂട്ടാനുള്ള സ്റ്റിറോയിഡ്സ്, അത് കുറച്ചും കൂടി കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. അത് ഓബ്വിയസ്ലി ഇതെല്ലാം ഹോർമോൺസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്ലേ ആണിത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ബോഡി ബിൽഡേഴ്സുമാരൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, സ്റ്റിറോയിഡ്സ് വേണ്ടി വന്നേക്കാം. അത് ആസച്ച് നമ്മുടെ ശരീരത്തിന് പൊതുവേ നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണുള്ളത്. വേ പ്രോട്ടീൻ എടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. നമ്മുടെ അഡിക്വേറ്റ് ആയിട്ട് നമുക്ക് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നമ്മുടെ ഡയറ്റിൽ നിന്ന് വരുന്നില്ലെങ്കിൽ വേ പ്രോട്ടീൻ വെച്ച് നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാനത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ബോഡി ബിൽഡ് ചെയ്യുന്ന ഒഫീഷ്യലി ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകൾ, ഐ ഹേർഡ് അങ്ങനെ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ വെൻ ദേ ആർ പ്ലാനിങ് ടു ഹാവ് എ ബേബി, ഒരു കുഞ്ഞുണ്ടാകുന്ന സമയമാകുമ്പോൾ ഇവരിതൊക്കെ കംപ്ലീറ്റ്ലി നിർത്തും. അതെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാച്ചുറൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ മാത്രമാണ് നല്ല സ്പേംസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞു, സ്റ്റിറോയിഡ്സ് എല്ലാം ഈ കൊളസ്ട്രോളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ കൊളസ്ട്രോൾ ലെവൽസിനെ ബാധിക്കും, ടെസ്റ്റോസ്റ്ററോൺ ലെവൽസിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റിറോയിഡ്സ് എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ, ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഭയങ്കര മാൽനറിഷ്ഡായിട്ട് ഒട്ടും ഒരു പോഷക ആരോഗ്യമില്ലാത്ത രോഗികൾ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കാൻ ചിലർക്ക് നമുക്ക് സ്റ്റിറോയിഡ്സ് കൊടുക്കേണ്ട കാരണം വേറെ ഒന്നുകൊണ്ടല്ല, കാരണം അവർക്കൊരു മസൽ മാസ് ഇമ്പ്രൂവിങ് എന്തെങ്കിലും വേണ്ടി. പക്ഷെ അതൊരു ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ, അതൊരു മെഡിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആവശ്യമാണ്. എന്തായാലും ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ അവരുടെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടി, അത് നീഡ് നോട്ട് നെസസറിലി ബി ഫോർ ഹ്യൂമൻ ലൈഫ്, അതായത് നമ്മുടെ ജീവിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് അവരുടെ ഒരു പർട്ടിക്കുലർ റീസൺ വേണ്ടി അത് ഉപയോഗിക്കുന്നതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ദൂഷ്യവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള അളവ് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അത് കാരണം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്പേംസ് ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതെല്ലാം വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കെമിക്കൽസാണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ബാലൻസ് തെറ്റുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള ഹോർമോൺസിനെ അത് ബാധിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.